ഹലോ എവ്രി വൺ. ഇന്ന് ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഇടിച്ചക്കയുടെ മടലെല്ലാം കൊത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇനി ഇടിച്ചക്ക വേവാൻ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചിക്കിയെടുക്കണം. ഇത് ചിക്കിയെടുക്കുന്നതിന് പകരം നമുക്ക് അച്ചമ്മക്കല്ലിലിട്ടൊന്ന് കുത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ കൈ ഉപയോഗിച്ച് ചിക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ആവശ്യത്തിന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഇടിച്ചക്കയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ. ഇടിച്ചക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലോട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതിന് മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.